ഗുഡ് മോർണിംഗ്. ഇന്നെന്താണ്? മൺഡേ ആണല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും മൺഡേയിൽ ഏത് ക്ലാസ് കാണാനാണ് വന്നിരിക്കണേ? ഏതാണ്? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ? നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നിങ്ങൾ മറക്കാതിരിക്കുകയാണ് ലെറ്റേഴ്സ് പിന്നെയും ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഏതൊക്കെ ലെറ്റേഴ്സാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. പറയൂ. ക്യാപിറ്റൽ എ, സ്മോൾ എ. ഓക്കെ. ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ക്യാപിറ്റൽ സി, സ്മോൾ സി. ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. ക്യാപിറ്റൽ ഇ, സ്മോൾ ഇ. Capital F, small f. Capital G, small g. ഇനി എന്താണ്? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. നമുക്ക് അടുത്ത് പറയാം. ക്യാപിറ്റൽ എച്ച്, സ്മോൾ എച്ച്. ക്യാപിറ്റൽ ഐ, സ്മോൾ ഐ. ക്യാപിറ്റൽ ജെ, സ്മോൾ ജെ. ക്യാപിറ്റൽ കെ, small k. Capital L, small l. Capital M, small m. Capital N, small n. Capital O, small o. Capital P, small p. Capital Q, small q. Capital R, small r. Capital S, small s. Capital T, small t. Capital U, small u. Capital V, small v. Capital W, small w. Capital X, small x. Capital Y, small y. Capital Z, small z. ഇത്രയാണ് നമ്മൾ ലെറ്റേഴ്സ് പഠിക്കുന്നത്. ഏതൊക്കെയാ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇത്രയാണ് നമ്മുടെ ലെറ്റേഴ്സ് അല്ലേ? ഓക്കെ. നമ്മൾ ഇത്രയും ലെറ്റേഴ്സ് നന്നായിട്ട് പറഞ്ഞു പഠിക്കുമോ? പറഞ്ഞു പഠിക്കും. നമ്മുടെ LKG കുട്ടികൾക്ക് നമുക്കിത് എന്താ ചെയ്യേണ്ടത്? എഴുതാനുണ്ടല്ലോ നന്നായിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്യണം കേട്ടോ. നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പറഞ്ഞു പഠിക്കണേ. മറക്കരുത് പറഞ്ഞു പഠിക്കാൻ. ഓക്കെ. മക്കളെല്ലാരും ബുക്ക് എടുത്തേ. നമ്മുടെ ABC ബുക്ക് എടുത്തേ. ABC ബുക്ക് എടുത്തേ. എടുത്തോ? ഓക്കെ. ABC ബുക്കില് നമുക്ക് പറഞ്ഞു നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ നോക്കിയേ എല്ലാരും. A for apple, B for ball, C for cake, D for dog, E for egg. ടീച്ചറിനൊപ്പം പറയണേ. F for fish. പറയുന്നുണ്ടോ നിങ്ങള്? G for grapes, H for hen. നെക്സ്റ്റ് പേജില് I for ice cream, J for jug, K for kite, L for lion, M for mango, N for nest, O for onion, P for parrot. ഇത്രയെല്ലാം നമ്മൾ പഠിച്ചേ അല്ലേ? ഇവിടെ വരെ പഠിച്ചു അല്ലേ? നമുക്ക് അടുത്ത പഠിക്കണ്ടേ? അടുത്ത ഏത് ലെറ്ററാ? അടുത്ത ലെറ്ററാണ് Q. ഏതാണ്? Q. ഏത് ലെറ്റർ ആണ് പഠിക്കണേ? Q. പറഞ്ഞേ. ഈ ലെറ്റർ ഏതാ? Q. Q for queen.
എന്താണ്? Q for ക്യൂൻ. ക്യൂൻ ആരാ? രാജാവിന്റെ റാണി അല്ലേ? Q for ക്യൂൻ. ക്യൂൻ ആരാണെന്നാ പറഞ്ഞേ? രാജാവിന്റെ റാണി അല്ലേ? ഓക്കെ. R for rat. റാറ്റ് ആരാ? എലി അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വന്നിങ്ങനെ സാധനങ്ങളൊക്കെ കറണ്ട് തിന്നുന്ന എലിക്കാണ് റാറ്റ് എന്ന് പറയുക അല്ലേ? ഓക്കെ. Q for ക്യൂൻ, R for rat. പറഞ്ഞേ. Q for ക്യൂൻ, R for rat. പറഞ്ഞോ? ഓക്കെ. ഇതെന്താ? ഷിപ്പ് അല്ലേ? ഷിപ്പ്. ഷിപ്പിൽ നിങ്ങൾ പോയിട്ടില്ലേ? ഷിപ്പ് കാണാൻ പോയിട്ടില്ലേ? ഉണ്ടല്ലേ? S for ഷിപ്പ്. കപ്പൽ അല്ലേ? S for ഷിപ്പ്. ഷിപ്പ് എന്താ പറഞ്ഞേ? കപ്പൽ. ഇതാരാ? ടൈഗർ അല്ലേ? ടൈഗർ ആരാ? കടുവ. T for ടൈഗർ. T for ടൈഗർ. പറഞ്ഞോ? ഏതൊക്കെയാ? Q for ക്യൂൻ, R for rat, S for sheep, T for tiger. ഒന്നുകൂടെ. Q for ക്യൂൻ, R for rat, S for sheep, T for tiger. നന്നായിട്ട് പറഞ്ഞു പഠിക്കുവോ? പഠിക്കണം അല്ലേ? പഠിക്കൂലേ? പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ശില്പ ടീച്ചർ നിങ്ങളെ ക്യൂ എഴുതാൻ പഠിപ്പിച്ചല്ലോ. എങ്ങനെയാ ക്യൂ എഴുതിയിരുന്നത് നിങ്ങള്? ഇനി നിങ്ങൾ ക്യൂ എഴുതണേ. വലിയ സീറോ വരച്ചിട്ട് എന്ത് ചെയ്തു? വലിയ സീറോ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? സിമ്പിൾ അല്ലേ ക്യൂ? വലിയ സീറോ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. പഠിച്ചല്ലേ നമ്മള്? ക്യൂ പഠിച്ചു. ഇനി ഏതാ ഉള്ള ലെറ്റർ? അടുത്ത ലെറ്റർ ഏതാ? ആർ. ആർ സിമ്പിൾ ആണ്. നിങ്ങൾ പി പഠിച്ചില്ലായിരുന്നോ? ഇങ്ങനെ പി പഠിച്ചേ? ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചപ്പോ പി ആയില്ലേ? നിങ്ങൾ പഠിച്ചതല്ലേ? എങ്ങനെയാ? ഒരു വലിയ വൺ വരച്ചു. എന്നിട്ട് ഇങ്ങനെ വരച്ചപ്പോ എന്തായി? പി ആയില്ലേ? ഈ പിയുടെ കൂടെ ഇവിടുന്ന് ചേർത്തൊരു ചരിച്ചൊരു ലൈൻ വരച്ച എന്തായി? ആർ. എങ്ങനെയാണ്? ഇവിടുന്ന് പിയുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്ത് താഴത്തേക്കൊരു ലൈൻ വരച്ച എന്തായി? ആർ ആയി അല്ലേ? എന്താണ്? പി വരച്ചു. എന്നിട്ട് പിയിൽ നിന്ന് ചേർത്ത് ഇങ്ങനെ ലൈൻ വരച്ചപ്പോ എന്തായി? ആർ ആയി. ഇതാണ് അന്ന് ശില്പ ടീച്ചർ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഉണ്ടല്ലോ ലെറ്റർ. അടുത്ത ലെറ്റർ ഏതാ? യെസ്. എസ് ഫോർ ഷിപ്പ് അല്ലേ? ഷിപ്പിന് ഏതാ? അങ്ങനെ പഠിക്കും നിങ്ങള്. ടീച്ചർ വരച്ചു തരാം കേട്ടോ. നോക്കിക്കേ. സ്ലേറ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കണേ? സ്ലേറ്റ് എടുത്തെങ്കിൽ നോക്ക്. സ്ലേറ്റിൽ വരയ്ക്കാൻ ടീച്ചർ പഠിപ്പിച്ചു തരാം. ഇതാ ഇങ്ങനെ നമ്മള് പകുതി സി വരച്ചാ പഠിച്ചല്ലേ നമ്മള്? സി ഇങ്ങോട്ടും വരച്ചു. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? സി വരച്ചിട്ട് തിരിച്ചൊരു സി മുട്ടിച്ച് വരയ്ക്കണം. എങ്ങനെയാ? ഇങ്ങനെ ഒരു സി വരച്ചു. എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് ഇവിടുന്ന് വേണം കേട്ടോ. ഇവിടുന്ന് തിരിച്ചൊരു സി വരയ്ക്കണം. ഏതായി ലെറ്റർ? യെസ്. ടീച്ചർ 4 ലൈനിൽ എങ്ങനെ വരയ്ക്കണേ? ഇങ്ങോട്ടൊരു സി വരച്ചു ഇവിടം വരെ. കണ്ടോ? സി വരച്ചിട്ട് ഇവിടുന്ന് തിരിച്ച് മറിച്ചൊരു സി വരച്ചു. എങ്ങനെയാ? ഈ 2 ലൈനിൽ മുട്ടിച്ച് ഇവിടെ ഒരു സി വരച്ചു. ഈ സിയിൽ നിന്ന് തിരിച്ചൊരു സി വരച്ചപ്പോ ഏതായി ലെറ്റർ? യെസ്. ഏതാണ് ഈ ലെറ്റർ? യെസ്. എങ്ങനെയാണ്? സി വരച്ചു. സിയിൽ നിന്ന് തിരിച്ചൊരു സി വരച്ചു. സി വരച്ചപ്പോ എന്തായി ലെറ്റർ? യെസ്. ഓക്കെ. യെസ് ആയില്ലേ? ഓക്കെ. എസ് വെച്ച് നമ്മൾ എന്താ ബേർഡ് വരയ്ക്കുക? എന്താ വരയ്ക്കുക പടം? സോറി, എന്ത് പടം വരയ്ക്കുക? നമുക്കൊരു ബേർഡിനെ വരയ്ക്കാം അല്ലേ? എളുപ്പമാണല്ലേ? നോക്കിയേ. എസ് ഇങ്ങനെ വരച്ചു.
കണ്ടോ, ഒരു ബി കൊടുത്തു. എന്നിട്ട് നമുക്ക് ആരാ ഇത്? ബേർഡ് ആയില്ലേ? ആയില്ലേ? ആ, ഒരു ബേർഡ് ആയില്ലേ? ആ, ഏതാ ലെറ്റർ ഇത്? യെസ്. ഇങ്ങനെ വരച്ചേ. സി ഇങ്ങോട്ട് വരച്ചു, സി തിരിച്ചു വരച്ചു, സി ഇങ്ങോട്ട് വരച്ചു, സി തിരിച്ചു വരച്ചു. കണ്ടോ? അപ്പൊ ഏതാ ലെറ്റർ? യെസ്. അപ്പൊ ഇത്രയും പഠിക്കണം. പഠിക്കുമോ? പഠിച്ചിട്ട് ടീച്ചറിന് അയച്ചു തരുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചർ പോവാണേ. ബൈ.